الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب ما قرأناه من القرآن العظيم إلى حضرة نبيك وحبيبك سيدنا محمد صلى الله عليه وسلم اللهم وإلى حضرات جميع الأنبياء والمرسلين وإلى حضرات جميع الأولياء والعلماء والشهداء والصالحين اللهم وإلى حضرات آبائنا وأمهاتنا ومشايخنا وأجدادنا وجداتنا ومن فارق منا يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم بارك علينا وعلى جميع من تعلق بنا اللهم بارك في هذه المسابقة يا رب العالمين اللهم بارك لنا في أرزاقنا وفي أموالنا وفي أولادنا وفي معايشنا اللهم بارك لنا في جميع أمورنا بركة تامة كما باركت على عبادك الصالحين اللهم علمنا ما جهلنا وذكرنا ما نسينا وزدنا علما نافعا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ورحمنا برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ നേതാക്കൾ, ശ്രോതാക്കളെ, 27ാമത് സംസ്ഥാന സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഒരനിതര സാധാരണമായ സാഹചര്യം ലോകവ്യാപകമായി രൂപപ്പെട്ടു വരികയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുന്നതിന് കഴിഞ്ഞ 27 വർഷക്കാലമായി നാം നടത്തിവരുന്ന സാഹിത്യോത്സവ് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മനോഹരമായി എങ്ങനെ ആവിഷ്കരിക്കാം എന്നതിൻ്റെ നേർചിത്രമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നാം കണ്ടത്. യൂണിറ്റിലും സെക്ടറിലും ഡിവിഷനിലും ജില്ലയിലുമൊക്കെ മത്സരിച്ച് യോഗ്യത നേടിയ പ്രതിഭകളാണ് ഇന്നു മുതൽ 3 ദിവസങ്ങളായി നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവിൽ മത്സരിക്കാനെത്തുന്നത്. സാഹിത്യോത്സവിൻ്റെ പൊലിമയും മികവും നിലനിർത്തി സാംസ്കാരിക സംവാദങ്ങളുടെ ഈ വേദി തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നത് അഭിമാനകരമായ നിമിഷമായി കാണുകയാണ്. ഒരു മഹാമാരിക്കാലത്ത്, ഒരു പ്രതിസന്ധിയുടെ കാലത്ത് ഇങ്ങനെ അതിജീവനത്തിൻ്റെ സാംസ്കാരിക വേദി ഒരുക്കാം എന്ന ആലോചനയ്ക്ക് കൂടിയുള്ള ഉത്തരം കൂടെയാണ് 27ാമത് സംസ്ഥാന സാഹിത്യോത്സവം. അതിജീവനത്തിൻ്റെ കല എന്ന ആശയത്തെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് SSF ചെയ്തത് എന്ന് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കലാസാഹിത്യ മത്സരങ്ങളും സാംസ്കാരിക സംവാദങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈ സാഹിത്യോത്സവ കാലം കടന്നു പോവുകയാണ്. ലോകം അതിതീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുമ്പോൾ തിരുത്തെഴുത്തിൻ്റെ ഊർജമായി മാറാൻ നമ്മുടെ സാഹിത്യവേദികൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിച്ച SVSൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിവന്യരായ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്നത് SSFൻ്റെ സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി CP ഉബൈദുള്ള സഖാഫിയാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സുപരിചിതനായ കാഞ്ച ഇളയ സാർ അവർകളാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷണം നടത്തുന്നത് IPB ഡയറക്ടർ M. അബ്ദുൽ മജീദ് അരിയല്ലൂർ. മറ്റ് നേതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്ത് വരുന്ന 2 ദിവസങ്ങളിൽ സാഹിത്യോത്സവിൻ്റെ സ്റ്റേജ് മത്സരങ്ങൾ കൂടി ഈ വിർച്വൽ ലോകത്ത് ആസ്വാദകർക്കായി ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ആസ്വദിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF 27ാമത് സംസ്ഥാന സാഹിത്യോത്സവം വേദിയെ അഭിസംബോധന ചെയ്യുന്നു CP ഉബൈദുള്ള സഖാഫി, ഫിനാൻസ് സെക്രട്ടറി, SSF കേരള.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدي يا رسول الله يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട സാഹിത്യോത്സവിലെ മത്സരാർത്ഥികൾ, സംസ്ഥാന സാഹിത്യോത്സവിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സാഹിത്യോത്സവ് വിർച്വൽ കാലത്ത് എങ്ങനെ ആയിരിക്കണമെന്ന് സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു യൂണിറ്റ് മുതൽ സാഹിത്യോത്സവങ്ങൾ നടന്നു വന്നത്. ഏതു പ്രതിസന്ധി ഘട്ടത്തെയും കൃത്യമായി നേരിടാനുള്ള മനക്കരുത്ത് അത് നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടെയാണ്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കുക എന്നുള്ളതല്ല നാം ചെയ്യേണ്ടത്. നമുക്കറിയാം, സാഹിത്യോത്സവ് എന്നത് ഒരു കേവലം മത്സര പരിപാടികൾ എന്നതിനപ്പുറത്ത് ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിക്കുകയും കാലഘട്ടത്തിനനുസരിച്ച് രൂപാന്തരപ്പെട്ട് വളരെ വ്യവസ്ഥാപിതമായ ഒരു സാംസ്കാരിക വേദിയായി ഇന്ന് സാഹിത്യോത്സവം മാറിയിട്ടുണ്ട്. കലയും സാഹിത്യവും അത് മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. വേദനിക്കുന്നവർക്ക് വേണ്ടി എഴുതാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും തിന്മയ്ക്കെതിരെ പടപൊരുന്നതിന് സമൂഹത്തെ പ്രാപ്തരാക്കാനും ആവശ്യമായ ഏതു കലയും അത് ജീവിതത്തിലെ അനിവാര്യതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഷരീഫ് സാഹിത്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിച്ചത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണകാലം സാഹിത്യ സാമ്രാട്ടുകളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലമായിരുന്നു ഖുർആന്റെ അവതരണം. ഇമ്രുൽ ഖൈസിന്റെയും ലബീദിന്റെയും തുടങ്ങി വലിയ വലിയ സാഹിത്യ സമ്പുഷ്ടമായ കവിതകൾ കഅബയുടെ ചുവരുകളിൽ കെട്ടിത്തൂക്കിക്കൊണ്ട് ഈ സാഹിത്യത്തെ വെല്ലാൻ ലോകത്ത് ഏത് ശക്തിയുണ്ട്, ആരുണ്ടെന്ന് വെല്ലുവിളിച്ചിരുന്ന കാലത്താണ് അതിനെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത, നിങ്ങൾ മുഴുവനും മനുഷ്യ സമൂഹവും ജിന്നുവർഗവും ഒന്നിച്ചുകൂടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുക, ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സമുദ്രത്തിലെ ജനവും മഷിയായി ഉപയോഗിക്കുക, ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളും നിങ്ങൾ പേനയായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് ശ്രമം നടത്തൂ. ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഏതെങ്കിലും രീതിയിൽ വെല്ലുന്ന ഒരു വാചകമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചത് ആ സാഹിത്യ സാമ്രാട്ടുകളെ മുഴുവനും നെഞ്ചത്ത് അടിയേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന ആശയമായിരുന്നു ഖുർആൻ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് സാഹിത്യം കൊണ്ട് നന്മയാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും തിന്മയ്ക്കു വേണ്ടി കവിതകൾ എഴുതിയിരുന്ന അന്നത്തെ കലാകാരന്മാരോട് നിങ്ങൾ എഴുതിയിരിക്കുന്ന കവിതകൾ ലോകത്തിന് എന്തെങ്കിലും നന്മ നൽകുമെങ്കിൽ അതാണ് സമൂഹം ആഗ്രഹിക്കുന്നത്, അതാണ് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഏതു കലയും ഏതു സാഹിത്യവും അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, അതല്ലെങ്കിൽ ലോകത്തെ എന്തെങ്കിലും വിപ്ലവങ്ങളെ സൃഷ്ടിക്കാൻ പോകുന്നതായി തീരേണ്ടതുണ്ട്. ഇല്ലാതെ തിന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സാഹിത്യങ്ങളല്ല യഥാർത്ഥ സാഹിത്യം.
മനുഷ്യനോട് ഒട്ടി നിൽക്കുന്ന, മനുഷ്യന്റെ വേദനകളോട് ഒട്ടി നിൽക്കുന്ന, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ഏതു കലയും അത് സമൂഹം ആഗ്രഹിക്കുന്നതാണ്. അതാണ് സാഹിത്യോത്സവിലൂടെ SSF നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അതാണ് കുരുന്നു മക്കളിലൂടെ നാം ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ വിശിഷ്ടരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മളോട് സംവദിക്കാനിരിക്കുന്നുണ്ട്. ഈ വേദിയിൽ വരാനിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും കൃത്യമായി നമ്മുടെ സാന്നിധ്യം ഉണ്ടാവണം. സസൂക്ഷ്മം നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSF 27ാമത്തെ എഡിഷൻ സംസ്ഥാന സാഹിത്യോത്സവിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുന്നു SSF ദേശീയ സെക്രട്ടറി M. അബ്ദുൽ മജീദ് അരിയല്ലൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അപൂർണമായ ലോകത്തെ പൂർണ്ണതയിലേക്ക് പുനരാനയിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെയും പ്രത്യാശാസ്ത്രത്തിൻ്റെയും ധർമ്മം എന്ന് പറയുന്നത്. ലോകം അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനീതിയുടെയും ഇടുക്കങ്ങളിലേക്ക് ഉൾവലിയുകയാണ്. സ്വജനപക്ഷപാതം, അഹംഭാവം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ഈ ഇടുക്കത്തിൻ്റെ കാരണം. ലോകം വിശാലമാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ വിശാലമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം ഇടുങ്ങുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യരാണ് ഇടുങ്ങുന്നത്. മനുഷ്യരുടെ മനസ്സുകളിലെ മലിനീകരണങ്ങളെ തൂത്തുകളയുകയും അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ വെട്ടം കൊളുത്തിവെക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ പരിഹാരമായിട്ടുള്ളത്. ഇതൊരു നിരന്തരമായ നവീകരണ പ്രക്രിയയാണ്. മനുഷ്യരെ ഇങ്ങനെ നിരന്തരമായി നവീകരിക്കുക എന്ന ഒരു പ്രവർത്തനം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. ലോകം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ, കാലം കെട്ടുപോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാലമല്ല കെട്ടുപോയത്, കെട്ടുപോയത് മനുഷ്യരാണ്. നമ്മുടെ ഭരണാധികാരി കെട്ടുപോയി, നമ്മുടെ ജുഡീഷ്യറി കെട്ടുപോയി. ഇതിൻ്റെ അർത്ഥം നമ്മൾ മനുഷ്യർ കെട്ടുപോയി എന്നതാണ്. നമ്മളാണ് യഥാർത്ഥത്തിൽ പ്രതികൾ. ഭരണാധികാരികളെ, ജുഡീഷ്യറിയെ അല്ല നമ്മൾ പഴിക്കേണ്ടത്. ലോകം മാറണമെങ്കിൽ നമ്മൾ മാറുകയേ നിവൃത്തിയുള്ളൂ. 100 ചിരാതുകൾ കത്തിച്ചു വെച്ചാലും മനുഷ്യരുടെ മനസ്സിലേക്ക് വെളിച്ചം കയറി വരില്ല. മനുഷ്യ മനസ്സുകളിൽ വെളിച്ചം നിറയണമെങ്കിൽ നന്മയുടെ ഒരു തുള്ളി വെളിച്ചം അകത്തേക്ക് കടക്കണം. അങ്ങനെ നന്മയുടെ ഒരു തുള്ളിയെങ്കിലും ഉള്ളിലുള്ള ഒരാൾക്ക് ലോകത്തെ, മനുഷ്യരെ, പ്രകൃതിയെ, പരിസ്ഥിതിയെ, സഹജീവികളെ അവരെ കാണാൻ കഴിയൂ.
യാഥാർത്ഥ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെത്തൂ. മനുഷ്യരു വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ഇടപെടൂ. ജ്ഞാനമാണ് പ്രധാനം. അജ്ഞതയാണ് നമുക്ക് അകറ്റേണ്ടത്. ജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരാൾക്ക് ജ്ഞാനം കൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ പരിസരത്ത് നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ ഭരണാധികാരി, നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കെട്ടുപോയതിൻ്റെ കാരണം നമ്മൾ ജനങ്ങളാണ്. ആരാണ് ഈ നാട് ഭരിക്കുന്നത്? അവരെ നമ്മൾ തെരഞ്ഞെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഈ നാട് ആരുടേതാണ്? ഈ നാട് നമ്മുടേത്, നാം ജനങ്ങളുടേത്. ഭരണാധികാരിയെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? നമ്മളെ ഭരിക്കാൻ, നമുക്ക് സേവനങ്ങൾ അർപ്പിക്കാൻ, നന്മ സൃഷ്ടിക്കാൻ, ജീവിതം സുഖകരമാവാൻ, വികസനം ഉണ്ടാവാൻ, നമുക്ക് നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കാൻ. നമ്മുടെ ഭരണാധികാരികൾ യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ഭയം, ഭയം, ഭയം മാത്രം. എന്താണ് കാരണം? കാരണം നമ്മുടെ അജ്ഞതയാണ്. ഹാഥ്രസിലെ പെൺകുട്ടി അവൾ മരിച്ചുപോയതല്ല, അവളെ ക്രൂരമായി കൊന്നതാണ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെയോ അവസാനത്തെയോ മരണമല്ല, ആദ്യത്തെയോ അവസാനത്തെയോ ബലാത്സംഗവുമല്ല, ആദ്യത്തെയോ അവസാനത്തെയോ ദലിത് പീഡനവുമല്ല. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണക്കാർ നമ്മളാണ്. മുമ്പ് നടന്ന ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ദലിത് അവജ്ഞ, അവരോടുള്ള വെറുപ്പ്, ഇതിനോട് ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മൾ മൗനം കൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ മൗനത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഊർജം ലഭിച്ചത്. അവർ പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുന്നത്. അവർ പുതിയ ക്രൗര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അത് നടപ്പിലാക്കുന്നത്. ഒരു അനീതി ദർശിച്ചാൽ അസ്തമനത്തിനു മുമ്പ് അത് ചോദ്യം ചെയ്യപ്പെടണമെന്ന് ബൃഹത് പറയുന്നുണ്ട്. അങ്ങനെ അല്ലാതിരുന്നാൽ ആ നാട് കത്തി നശിച്ചു പോവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അന്തരാർത്ഥം നമ്മളൊന്ന് പരിശോധിക്കണം. ഒരനീതി കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യാത്ത ഒരു നാട്, അത് നശിക്കുകയാണ് നല്ലത്. അതിൻ്റെ അർത്ഥം അനീതി ചെയ്തത് ഭരണാധികാരികളാണ് എന്നല്ല. അതിൻ്റെ അർത്ഥം അനീതി ചെയ്തത്, ക്രൂരത ചെയ്തത് വേട്ടക്കാരാണ് എന്നല്ല. ആ അനീതിയോട് മൗനം ഭഞ്ജിച്ചവരാരോ അവരൊക്കെയും ജീവിക്കുന്ന നാട് അതങ്ങനെ ജീവിക്കേണ്ട, അങ്ങനെ നിലനിൽക്കേണ്ട ഒരു രാജ്യം അല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഓർക്കണം, നമ്മൾ എത്ര ബലാത്സംഗങ്ങൾ, എത്ര മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഒരു വേള നമ്മൾ ഓർത്താൽ എന്തൊരു നാണക്കേടാണ്. നമ്മൾ ഈ രാജ്യത്തുകാരാണ് എന്ന് പറയുന്നത് പോലും എത്ര അസ്വസ്ഥതജനകമാണ്. ഹാഥ്രസിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയെ മാത്രമല്ല ചെയ്തത്. നമുക്കൊരു ഭരണകൂടം ഉണ്ടായിരിക്കുമ്പോൾ, ഒരു നീതി പരിപാലക സംഘം ഉണ്ടായിരിക്കുമ്പോൾ, അവരുടെ കൺവെട്ടത്ത് വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഒരാളല്ല, ഒരു സംഘം. അവരുടെ നട്ടെല്ല് തല്ലി തകർത്തു, അവരുടെ നാവ് പിഴുതെടുത്തു. പണ്ട് സവർണർ, അവർ ദളിതുകളുടെ ജ്ഞാനം സിദ്ധിക്കാൻ ശ്രമിക്കുന്ന, ജ്ഞാനം കേൾക്കുന്ന
കർണപുടങ്ങളിൽ ഈയം ഉരുക്കിയൊഴിച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാലം എത്ര മാറി, നമ്മൾ എത്രമാത്രം പുരോഗതിയിലേക്ക് വളർന്നു. ശാസ്ത്രീയതയുടെ, വളർച്ചയുടെ, പുരോഗതിയുടെ, സംസ്കാരത്തിന്റെ ഔന്നത്യങ്ങളിലാണ് നമ്മളെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. അപ്പോഴും നമ്മൾ എത്രമാത്രം മനുഷ്യത്വരാഹിത്യത്തിന്റെ പടുകുഴിയിലാണ് ആഭരിക്കപ്പെട്ടിരിക്കുന്നതെന്നതിൻ്റെ അടയാളമല്ലേ ഇത്? തീർച്ചയുണ്ട്, ഇതിൽ നമ്മൾ ഓരോരുത്തരുമാണ് പ്രതികൾ. നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഭരണകൂടം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്യത്തെ ഞാൻ സ്മരിക്കുന്നു. ഏതൊരു സമൂഹവും അവർക്ക് അനുയോജ്യരായ നേതൃത്വത്തെ മാത്രമാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന്. നമ്മൾ കെട്ടുപോയപ്പോഴാണ്, നമ്മളുടെ മനസ്സ് ചീഞ്ഞുപോയപ്പോഴാണ്, നമ്മൾ നിസ്സഹായരായി മൗനം ഭുജിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ അസമത്വങ്ങളും ക്രൂരതകളും വൃത്തികേടുകളും അതതിൻ്റെ പാരമ്യതയിലേക്ക് വളരുന്നത്. നമ്മളെ തിരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. ജനങ്ങളെ ജ്ഞാനത്തിലേക്ക്, ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. മേരി ഷെല്ലി പറയുന്നുണ്ട്, സമാന്തരമായ ധർമ്മ നീതി സ്ഥാപിക്കുകയാണ് കലാകാരന്റെ ദൗത്യം എന്ന്. ആ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ കലാപ്രവർത്തനം എന്ന് പറയുന്നത് വിപ്ലവാത്മകമായ ഒരു പ്രവർത്തനമാണ്. വിപ്ലവകാരി സ്വയം ജീവിക്കുകയല്ല, മറ്റുള്ളവരെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് എന്ന് ഗാന്ധി. മറ്റുള്ളവരെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വിപ്ലവകാരി, മറ്റുള്ളവർക്ക് സ്വപ്നം തുന്നിക്കൊടുക്കുന്ന ഒരു കലാകാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു വിപ്ലവകാരി സ്വേച്ഛാധിപതികളുടെ ഭയമാണ്. അതുകൊണ്ടാണ് കലാകാരന്മാരെ, സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ ഭരണാധികാരികൾ വേട്ടയാടുന്നതെന്ന് തിരിച്ചറിയുക. അങ്ങനെ നമുക്ക് വേണ്ടിയല്ല, ഈ ജനസഞ്ചയത്തെ വിപ്ലവബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ സാഹിത്യോത്സവം ഇവിടെ രംഗഭൂമി ഒരുക്കുന്നത് എന്ന ബോധ്യം ഈ പ്രവർത്തനത്തിൻ്റെ ഗൗരവത്തെ നമ്മളെ നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇതൊരു കേവലം സാഹിത്യ പ്രവർത്തനമല്ല, കേവലം കലാപ്രവർത്തനമല്ല. കാലം അന്വേഷിക്കുന്ന വിപ്ലവ പ്രവർത്തനത്തിനാണ് ഈ സാഹിത്യവേദിയിൽ അണിനിരന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ സർഗസിദ്ധി കൊണ്ട് അടയാളപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നമ്മളെ ഈ പ്രവർത്തനത്തിൽ ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കുക.
തീക്ഷ്ണ വിചാരങ്ങൾ കൊണ്ട് ബ്രാഹ്മണിക്കൽ ഫാസിസത്തെ നിരന്തരം ശല്യപ്പെടുത്തുന്ന എഴുത്തുകാരനും ചിന്തകനും ദളിത് ബഹുജന പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയുമായ കാഞ്ച ഇലയ്യ SSF 27ാമത് സംസ്ഥാന സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. SSF Kerala State 27th edition Sahityotsav is inaugurated by an Indian political theorist, prolific writer and activist for Dalit rights, leading pseudo-intellectual Kanja Ilayya. I cordially call upon His Excellency to deliver inaugural address. Most welcome, sir, please. We are meeting in Corona time, where lots of people are dying and several crores of people are suffering because of loss of jobs, loss of houses and resources all over the country. Now, dear students, I am happy to inaugurate this literature festival. Students these days have not much serious habit of reading books. Book reading culture is lowest in India. Now that is one of the reasons why Indian book markets are also not very vibrant. It is important that students from school days onwards must read general books apart from the class texts that are prescribed for you. The class books are useful for your career, for your basic understanding, but the general books open up your mind and make you think in different ways than the class books that make you think. It is therefore I will speak about the book reading history of both students and normal Indians. And in fact, some time back, I wrote an article, how to bring about a revolution in Corona pandemic, sitting at home. By sitting at home also, you can bring a change, quite significant change in your own life and also in the life of your family, in the life of your village or town, or in the life of your state, or even in the life of your country, once you do what I suggest. The first and foremost thing is that reading can be done wherever you are. You don't have to sit in a library today to read a book which you cannot buy, or you don't have to definitely buy a book in the market and read sitting at one place. All of your cell phones have several books on Amazon, on other free libraries, and they are available in all languages. But I would request the Kerala Muslim students particularly to don't confine to the habit of reading Malayalam or only Urdu, some of you might know. But it is important to read general books in English. If you don't learn English, even though you are studying in Malayalam school or Malayalam college or
engineering, medicine, whatever, unless you improve your English language, you are not going to survive in this world. Unfortunately, even the Kerala state government is not teaching in government schools in English medium, whereas Kerala is known for private English medium school education. Lots of Christian schools, some even Muslim schools, and other Hindus also start several private schools. Some of them are very rich schools. You need to pay a lot if you go there. Some of them you have to pay medium range of fees, and some of them maybe reasonable amounts. But large number of poor people go to Malayalam schools, and therefore you don't have the opportunity to learn English in the schools. And if you are studying in Malayalam university or college, you don't have much less opportunities to study and learn English. And mostly the Muslim students, wherever they are, they read Bible in Arabic, and if there are madrasas here and there, they also teach in Arabic and sometimes maybe in Urdu, I don't know. In Deccan, in Telangana, mostly they teach in Urdu. In North India also they teach in Urdu. So my appeal to you people is that you confine to your textbook reading, whatever language you are reading, but general books you must read in English. Because without English, your job market will not allow you to get any job. Even within Kerala, Kerala is a bilingual state, and many Brahmins or Nayars or some of the OBCs and some Dalits learn good English from Kerala. They come to higher jobs in Delhi, in Bangalore, in Mumbai, and so on and so forth. And you know, from Kerala, the first president of India is from Kerala, a Dalit, K.R. Narayanan, who studied abroad, who studied in English medium schools. The first Chief Justice of India, a Dalit, first Dalit Chief Justice, also came from Kerala, and he also studied in English medium school. So therefore, you must make an effort to study in English medium, otherwise English books, otherwise you will not be able to learn serious English in your lifetime. That is very, very important. That is very, very important because you have to study in English books, and then possibly in English medium, because even if there are senior people who have children, you have to demand for English medium in your school education. Because you know what happened in Andhra Pradesh? The Andhra Pradesh Chief Minister declared in the election, told the people that if I come to power, Jagan Mohan Reddy, all government schools will be made English medium. And after he came to power, he started implementing English medium education in government schools. But the rich people who send their children to private English medium, even those who are within the reservation, they also thought that if all children in the rural areas, the labor children, the
farmer children, the fishing community, pot makers, or a chaiwala, whoever it is, if they study in English medium, our children will not be able to compete with the rural children. They went to the court, and the court tried to stop the English medium in government schools. But now they have overcome that. They ask the parents to give their willingness to their option for school education, their children. So 95% parents, all poor labor and rickshaw pullers, everybody said we need English medium. Now, in spite of court objections, the rich people's objections, in Andhra Pradesh, government schools are now teaching English medium from class 1 to 6th this year. From next year, it will go upwards. So in Kerala also, the students' movements must demand for English, complete English medium with one Malayalam subject from class 1 to 12th class in all schools, government and private. That is what Andhra Pradesh has done. It is workable. You will keep your knowledge in Malayalam and you will learn excellent English in the village schools, and thus Kerala can become most advanced state, much more than what it is today. I spoke to your Chief Minister when I met 2 times. I requested him to start English medium from class 1. But he was saying the Malayalam sentiment is so strong that lot of even upper caste people oppose it, and the poor and the lower caste, even the Muslims and others, don't demand for that. So without demand, if I implement, I will be in trouble. But the question is, the students' organizations don't have any understanding of medium of instruction. If you, as a large Muslim community, those who talked to me told that 10,000 people will listen this lecture. If such a mass students are listening this, you must understand Muslims in Kerala are by and large poor, and across the country they are very backward in education. Now one of the reasons is their madrasa system. They read Quran in Arabic. And I know when I was in Maulana Azad University as professor and director, several students know Quran by heart. They can read without saying the book, the whole Quran. But if you ask meaning, they don't know meaning at all. Now what is this? A religion cannot make you to read in one language and not understand. I have been telling that Allah created all languages along with English, and Allah is not against Muslims learning English. So you may do prayer in masjid in Arabic, but you should also have translation then and there. And in fact, a stage should come, you should do prayer in English also. So that's what Christians are doing today all over the world. If God is one, Allah is one, when God can understand one language in one religion, all languages, one religion, Allah can also. So without Allah creating, how do languages come? Whether English or Malayalam or Telugu, these are God's creations. So therefore, having created, God understands all languages. Therefore, my appeal to you is, your organization must start a demand that in all government schools in Kerala, English medium should be the teaching medium like in Andhra Pradesh. And courts have now almost come to a conclusion. BJP, RSS,
They tell that, in government schools, mother tongue should be the teaching language in new education policy. But all BJP leaders, RSS leaders, rich Muslim leaders, Asaduddin Owaisi's children are not going to Urdu medium. Asaduddin did not study in Urdu medium. Akbaruddin did not study in Urdu medium. Even Kerala Muslim leaders, rich leaders have not studied in Malayalam medium. They all study in English. So even when you are a Muslim, a religion which believes equality before God, a religion that believes Allah created all human beings equal, how can rich people send their children to complete English medium and the poor Muslims will suffer in Malayalam and Tamil, Telugu and Urdu? No, this is not God's message. So there should be English medium across India. English has come 203 years back in 1817 to India. It was started by a Christian missionary called William Carey in Bengal, but all Bengal rich later on, all Bengal Brahmins all over the country, Brahmins, Banyas, Kayasthas, Khatris, the North Indian ruling caste send their children to only English medium. But the new education policy, they say, no, school should teach mother tongue from class 1 to 6 or up to 8. What does this mean? Now, can you make a regional language compulsory in private schools? Tata's, Ambani's, Adani's, Vedanta groups, big company, all 100 companies are running rich English medium schools for their children. So do you mean to say that Muslims should not do national business? Do you mean to say that Dalits, Adivasis, Shudras should not do business like Ambani, Adani, and they cannot become rich like them? So why is, when BJP is doing this, why Muslim organizations also are playing into their hands? Muslim organizations have not reformed their culture on women's issue. Women have to come into work. Without work, how do we survive? How do we produce food? So they use that and they brought triple talaq law by, telling Muslim women that we will bring change in your life. I'm telling young students, you must believe in men and women working in the fields. Okay, whatever dress they would like to have, they can have. But women should go to agriculture work in the rural areas, like, Shudra women, Dalit women, Adivasi women. Then otherwise, the same rich upper caste of India will say that, you are not allowing your women to go. So this should not be your culture. India belongs to all of us. It is the poor people. After all, Muslims are those Dalits, Adivasis who got converted over a period of time. Where did the Islam begin? In Kerala? Islam began in Kerala with Cheramal Perumal in 622 when Prophet Muhammad was alive. He was a backward class ruler. He went to Prophet Muhammad. He met him. He became a Muslim. On the way back to Kerala, he died. So because of him, a lot of backward classes, Dalits, women became Muslims. So today, if Muslims are kept backward, then Dalits and OBCs, our people don't want to be like that. Our people want man-woman equality. And their protection should be there. Their honor should be protected, both at home and also in the civil society. But all girls and boys from LKG to 12th, in the villages, in forest areas, in towns, must study in English medium with same syllabus.
Same syllabus across the country with one subject as an additional subject of that state. If that practice is not brought, India belongs to some rich upper caste and states belong to the poor Muslims or Dalits, Shudras, and we become regional, they become national. So their nationalism is not in our interest. Who protected this land? Who is fighting on the war front? It is the Dalits, it is the Shudras, Adivasis, number of Muslim soldiers are also there. So if Indian Muslims don't understand this from school days onwards, you do your prayer, you practice your religion, but when it comes to production in the field, both man and woman should work in the fields. Otherwise, how does the nation survive? The Muslim countries in Arab world, if the corona pandemic continues and oil is not produced, they will starve. There is no agriculture there. There is no scientific development there. India is heavily dependent for science on Israel and America. Even if BJP government does not like Muslim countries at all, we know, we have seen that. But even if some government wants, where is the science in Muslim countries to buy or borrow or do what? So wherever there is science, nations will have to depend on them. Now you should ask a question. Why is it that the Muslim countries are not advancing in science? Where is the problem? It is a problem in practice. They don't develop scientific spirit. Scientific spirit comes only with freedom, equality. There could be thousands of women scientists among Muslims. If they are not educated in English medium girls from class LKG to 12th in the villages, how do they become scientists? Their great brains will stop. So I am not a conservative OBC or conservative Dalit. I want India to speak English across the board. And English is Indian now, 203 years. Okay, there was Sanskrit before the Aryans came here, before 1500 BC in India. Sanskrit was, there was no Sanskrit then. Sanskrit started in 1500 BC with Aryans. There was a language of Harappans, those who built Harappan cities, Harappan villages. They made bricks, they made houses, they made canals. So that was Pali and local tribal languages. After Aryans came, they destroyed all those languages. Then they imposed Sanskrit on the nation. Now they are saying Sanskrit is our mother tongue. But whose mother tongue is Sanskrit? Not Dalits, not Adivasis, not Muslims, not Shudras. Even your Nayars don't understand this. Sanskrit was never a Shudra production language. Sanskrit was never spoken in the fields, tilling the land, harvesting the crop. It was never spoken. So then they imposed Sanskrit. Sanskrit remained a ruling language till 11th century, the Muslim rulers came. Then India adopted Persian as an administrative language. Till 1853, 1834, Persian was our ruling language. But the problem was, Persian was never made a mass language. No villages were taught Persian. Muslim rulers also did not open schools for all. Poor people were not taught Persian by Muslim rulers or scholars or whatever. So again, the same Brahmins learned Persian, same Brahmins learned Sanskrit, and now same Brahmins and Banyas and others learned English. They are rulers. They will sit in secretariats, they will sit in media offices,
They will be ambassadors, they will be ministers, they will be editors, everything. Where are the Muslims then? Imagine if all the Muslims learn English, can they avoid you? If all the Dalits, all the Shudras and OBCs also become English speaking and writing people from villages, they cannot. So today, now English has become their language. It is their mother tongue in airports, everywhere. The rich people, the business people, all of them speak only in English in airports. Why? Why we can't speak English? So that is the reason why my campaign is English is India. English is for Muslims, English is for Dalits, English is for Adivasis, English is for Shudras. You know, the Kerala Nayars learned English, but they don't want to allow English to poor people. Kerala Brahmins learned English. Nambutripat house first started an English medium school in 1920s in his house, and he learned English. He became a communist leader. He used to speak English and write English, but never allowed communist cadre to learn English. So that is the reason why in CPM today, in Politburo, there is no single Dalit, single Adivasi, and no Muslim also, not much. Why? Because they conduct all their meetings in English. So the rich learned English, became communists, they became Politburo members. So whether RSS, whether communists, whether Congress, whether BJP, and whether Muslim parties. In Kashmir, they speak Muslim English. Whether Akbaruddin, Allah, Asaduddin, they speak English. They studied in England. And Farooq Abdullah's family studies in England. Mufti's family studies in England. So poor Muslims cannot go to England. How can they go to England? You have to study in your village school in English medium. So my appeal to you is, you start a campaign for English medium and read books in English on your own now. Okay, they resist, they will not allow you. But how did Abul Kalam Azad, who was the first education minister, learned English? He learned English by reading Quran. He never studied in English medium. So he became a great scholar in English. Congress party used to send him to negotiate with the British officials. He became a journalist. He wrote books in English, in Urdu. So why you can't learn? You have been told that English is colonial language. English is not. RSS tells that Urdu is Muslim language. Persian is Muslim language. Sanskrit is our language. So what is this? What is this, and why do you leave the field to the same people again for 100 more years? If all children of the country speak one language, read English, so we can challenge America, we can challenge Britain, we can challenge China, we can challenge Pakistan, we can challenge any country, we will become more developed. So this nationalism, see, this country belongs to the food producers. The farmers, the labor, the workers and the house construction workers, road layers, all these people. It is not for those who study in some Oxford, Cambridge, Harvard and nation doesn't belong to them. But they become nationalists. You are all talked as anti-national because you suffer in this Urdu, Arabic, and then you don't allow Muslim women outside. So BJP allows their women to go out and do all kinds of, therefore they say, we stand for Muslim women. Why don't you stand for yourself? Why should you go by what this law group, that law group says? Equality is universal. God created all human beings equal. Allah created men and women equal. That must be the message. So children, you have to, students, whether you are in university, in college or school, right now, after this conference, literature conference, your organization must start
English medium movement in Kerala on the lines of Andhra Pradesh. Thank you very much for inviting me to inaugurate this literature festival. I wish you all the best. Let us overcome this corona and let us live healthy. I wish you healthy life. Thank you. താങ്ക് യു സർ. സംസാരം സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫ്, SYS സംസ്ഥാന ഉപാധ്യക്ഷൻ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه. اللهم فصل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മുഖ്യ അതിഥികൾ, പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, 27ാമത് SSF സംസ്ഥാന സാഹിത്യോത്സവിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം അവൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായുള്ള ഒരു വലിയ സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളിൽ ധാർമ്മികത ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കഠിനമായ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ 4-4.5 പതിറ്റാണ്ട് കാലഘട്ടത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് ഈ കഴിഞ്ഞ 27 വർഷമായി യൂണിറ്റ് തലം തൊട്ട് സംസ്ഥാന തലം വരെ നടക്കുന്ന സാഹിത്യോത്സവ പരിപാടികൾ. നമുക്കറിയാം, ഇതുകൊണ്ട് ഈ സമൂഹത്തിൽ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ, കലയും സാഹിത്യവും മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന 2 ഘടകങ്ങളാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏതൊരു സമൂഹത്തെയും ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിവുള്ള മറ്റൊരു സംഗതിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അറേബ്യൻ നൈറ്റുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അറേബ്യൻ രാത്രികളെക്കുറിച്ചുള്ള കഥാസമാഹാരമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു രാത്രിയിൽ തൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി രാജാവ് തിരഞ്ഞെടുക്കുന്നതായ പെൺകുട്ടികൾ ആ രാത്രിയിൽ തൻ്റെ ലൈംഗിക താല്പര്യത്തിന് വിധേയമാക്കിയതിന് ശേഷം ആ പെൺകുട്ടിയെ വധിച്ചു കളയുന്ന ഒരു പ്രവണത നിലനിൽക്കുന്ന രാജ്യത്ത് അലിഫ് ലൈല വാ ലൈല എന്ന് പറയുന്ന ആ ചരിത്രകഥാ സമാഹാരത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, കഥയിലൂടെ അല്ലെങ്കിൽ മനോഹരമായ ഈ ഒരു സാഹിത്യ പ്രവർത്തനത്തിലൂടെ ആ രാജാവിൻ്റെ മനസ്സ് തന്നെ മാറ്റിയെടുക്കാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. 1000 രാത്രികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ നമുക്ക് സാഹിത്യത്തെ പോലെ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്നതായ മറ്റൊരു കാര്യം ഇല്ല എന്ന് നമുക്ക് തീർത്തും പറയാവുന്ന ഒന്നാണ്. ഏതൊരു സമൂഹത്തിലും ഏതൊരു വിഭാഗത്തിലും ഏതൊരു മതത്തിലും സാഹിത്യകാരന്മാർക്ക് പ്രത്യേകമായ അംഗീകാരം നൽകപ്പെട്ടിരുന്നു എന്നത് ചരിത്രമാണ്.
അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ആസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ സാഹിത്യ സാമ്രാട്ടുകളായ അക്കാലഘട്ടത്തിലെ വലിയ വലിയ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഏറ്റവും വലിയ പ്രോത്സാഹനവും ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങിയിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷായിറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷായിറുൽ മദീന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനായിരുന്നു. ആ ഒരു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പുണ്യപ്രവാചകർ പ്രാർത്ഥിക്കുന്നതും അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിക്കുന്നതും, അതേപോലെ കഅബ് റളിയല്ലാഹു അൻഹുവിന് തൻ്റെ പുതപ്പണിയിച്ചുകൊണ്ട് ഷാളണിയിച്ചുകൊണ്ട് ഏറ്റവും വലിയ അംഗീകാരം കൊടുത്തതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം ആത്മീയതയുടെയും ഭൗതികതയുടെയും സമന്വയമാണ്. പരലോകം പ്രതിപാദിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ മനുഷ്യൻ്റെ ഐഹിക ലോകത്തെയും ഇസ്ലാം പരാമർശിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പാരത്രികമായ ലോകത്ത് സന്തോഷമുണ്ടാവണം, നന്മയുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസി അതേ സ്വരത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നത് ഐഹിക ലോകത്തും എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഐഹിക ലോകത്തിൻ്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളും കൊട്ടിയടച്ച മതമല്ല വിശുദ്ധ ഇസ്ലാം. ഇസ്ലാം അംഗീകാരം നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാഹിത്യം. പക്ഷേ ഇന്ന് ലോകത്ത് സാഹിത്യം എന്ന പേരിൽ, കലകൾ എന്ന പേരിൽ ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവണതകൾ മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന പ്രവണതകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. യഥാർത്ഥത്തിൽ കലയും സാഹിത്യവും ഒക്കെ മനുഷ്യ മനസ്സുകളെ ഒരു വലിയ സാന്ത്വനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നതാണ് എന്നതാണ് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെയും കലയുടെയൊക്കെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ വളരെയധികം മനുഷ്യത്വത്തിന് പോലും യോജിക്കാത്ത പലതുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ 27 കൊല്ലമായി നടത്തിപ്പോരുന്ന ഈ ഒരു ശക്തമായ പ്രവർത്തനം കലയുടെയും സാഹിത്യത്തിൻ്റെയും തനത് മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇസ്ലാമിക സാഹിത്യം എന്ന പേരിൽ, മാപ്പിള സാഹിത്യം എന്ന പേരിൽ ഇന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന പലതും യഥാർത്ഥത്തിലുള്ള സാഹിത്യമോ കലയോ അല്ല എന്നുള്ളതാണ്. വൈദ്യരെ പോലെയുള്ള വലിയ വലിയ കവിമാരൊക്കെ പാടിയതായ മാപ്പിളപ്പാട്ടുകൾ മനുഷ്യ മനസ്സുകളിൽ ആത്മീയതയും അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് വേറിട്ട് മാറി നിൽക്കാനുള്ള പ്രചോദനവും ഉണ്ടാക്കി തീർക്കുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് മദ്യാസക്തിയിലേക്ക് മനുഷ്യനെ വലിച്ചിഴക്കുന്നതായ പാട്ടുകളാണ് മാപ്പിള സാഹിത്യത്തിൻ്റെ ഒക്കെ പേരിൽ പലതും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SSF രംഗത്ത് വന്നപ്പോൾ ആ പഴയ മാപ്പിളപ്പാട്ടുകൾ എന്ന് മാത്രമല്ല, ഖസീദത്തുൽ ബുർദ ഉൾപ്പെടെയുള്ള മദ്ഹ് ഗീതങ്ങൾ, പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ, പ്രവാചക സ്നേഹത്തിൻ്റെ അശ്രുഗണങ്ങൾ ഒരു മനുഷ്യനിൽ നിന്ന് ഉറ്റിവീഴുന്ന തരത്തിലുള്ള പ്രേമാതുരമായൊരു മനസ്സ് മനുഷ്യരിൽ എടുക്കുന്ന നിലക്കുള്ള വളരെ മനോഹരമായ പ്രകീർത്തന കാവ്യങ്ങളും മൗലിദുകളും മാലകളുമൊക്കെ ഇന്ന് ഈ സമൂഹത്തിലേക്ക് വീണ്ടും പുനരാവിഷ്കരിക്കപ്പെട്ടത് അൽഹംദുലില്ലാഹ് ഈ ഒരു സാഹിത്യോത്സവിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മുസ്ലിം കല്യാണ വീടുകളിലും അതേപോലെയുള്ള ചടങ്ങുകളിലുമൊക്കെ ഈ നിലക്കുള്ളതായ ബുർദ ഉൾപ്പെടെയുള്ളതായ പഴയ മാപ്പിള സാഹിത്യങ്ങളും കലകളൊക്കെ ഇന്ന് കടന്നു വന്നത് നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ഈ ഒരു പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോവിഡ് കാലഘട്ടമാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി നിർവഹിക്കാൻ ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. വലിയ സാമ്പത്തിക ചെലവ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ നടത്താൻ അവർക്കുണ്ട്. എന്നാലും നമ്മുടെ യൂണിറ്റിലെ കൊച്ചിളം പ്രായത്തിലുള്ള പ്രതിഭകളെ
ഈ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാഷ്ട്രത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, അവരെ ഈ ഒരു പുരോഗമന പ്രക്രിയയിൽ ഭാഗമാക്കുന്നതിന് വേണ്ടി അവരെ കൈപ്പിടിച്ചുയർത്തുന്നതായ ഈ പ്രവർത്തനം യൂണിറ്റിൽ നിന്ന് അങ്ങനെ വന്ന് സെക്ടറിലേക്കും ഡിവിഷനിലേക്കും ജില്ലയിലേക്കും കടന്നു വന്ന പ്രതിഭകൾ ഇന്ന് സംസ്ഥാന സാഹിത്യോത്സവിൽ അവർ മത്സരിക്കുകയാണ്. എല്ലാ പ്രതിഭകൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി. എം അബ്ദുറഹ്മാൻ, സെക്രട്ടറി, SSF കേരള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, SSF സംസ്ഥാന സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ 2 മാസക്കാലങ്ങളിലായി യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ, ജില്ലാ തലങ്ങളിൽ നടന്ന സാഹിത്യോത്സവിലെ മത്സരങ്ങൾക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. 27ാമത് SSFൻ്റെ സംസ്ഥാന സാഹിത്യോത്സവ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കാനിരിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രശസ്ത ദളിത് ആക്ടിവിസ്റ്റും ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ മുൻ അസോസിയേറ്റ് പ്രൊഫസറും പ്രമുഖ എഴുത്തുകാരനുമായ കാഞ്ച ഇളയ സാർ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. SSFൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള കൃതജ്ഞതകൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ സന്ദേശ പ്രഭാഷണം നടത്തിയ SSFൻ്റെ ദേശീയ സെക്രട്ടറി അബ്ദുൽ മജീദ് അരിയല്ലൂർ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ അവർക്ക് സംഘടനയുടെ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ ഇന്ന്
തുടക്കം കുറിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 11 മണി മുതൽ സ്റ്റേജ് മത്സരങ്ങളുടെ ലൈവ് ഇതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും കാണാനുള്ള അവസരങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന സാഹിത്യോത്സവിലെ സ്റ്റേജ് മത്സരങ്ങളിലേക്ക് മുഴുവൻ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും കൂട്ടുകാർക്കും സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിച്ച് നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.